നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബ്രൂണൈ സന്ദർശനത്തിലെ തിരക്കിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് മോദി ബ്രൂണൈയിലെത്തുന്നതോടുകൂടി ഈ രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും അദ്ദേഹം. 2 ദിവസത്തെ സന്ദർശനത്തിൽ ഇന്ത്യ ബ്രൂണൈ ബന്ധം ശക്തിപ്പെടുത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ 40 വർഷമായുള്ള നയതന്ത്ര ബന്ധം പുതുക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. ബ്രൂണൈയുടെ ഭരണാധികാരിയായ ഹസനുൽ ബോൽകിയയുടെ ക്ഷണപ്രകാരമാണ് മോദിയുടെ ഈ സന്ദർശനം. മോദിക്ക് ആതിഥേയനാകുന്ന ഹസനുൽ ബോൽക്കി ലോകത്തിലെ ഏറ്റവും ധനികനായ ഭരണാധികാരികളിൽ ഒരാളാണ്. ആഡംബരത്തിന്റെ മറുവാക്കായ അദ്ദേഹത്തിന്റെ ജീവിതം ലോകത്തിന് എന്നും കൗതുകമുണർത്തുന്ന ഒന്നു തന്നെയാണ്. ആഡംബര കാറുകളും കൊട്ടാരവും ആർഭാട ജീവിത രീതികളും കൊണ്ട് അദ്ദേഹം വാർത്തകളിൽ എപ്പോഴും ഇടം നേടാറുണ്ട്. മോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഇന്ത്യയിലും ഇപ്പോഴത്തെ ഇദ്ദേഹത്തിന്റെ ജീവിതശൈലി വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 57 വർഷമായി ബ്രൂണൈയുടെ ഭരണാധികാരിയായ ഹസനുൽ ബോൽക്കിയ ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഭരണാധികാരിയായ രാജാവ് കൂടിയാണ്. 1967 മുതൽ ബ്രൂണൈയുടെ രാജാവായ അദ്ദേഹം 1984 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം പ്രധാനമന്ത്രി സ്ഥാനവും വഹിക്കുന്നു. അതുമാത്രമല്ല, ധനമന്ത്രി, വിദേശകാര്യമന്ത്രി, സായുധ സേനയുടെ കമാൻഡർ, പോലീസ് മേധാവി, പെട്രോളിയം യൂണിറ്റ് മേധാവി, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ഇസ്ലാം മതകാര്യ സമിതി പരമോന്നത തലവൻ, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേഷൻ സർവീസ് തലവൻ എന്നീ പദവികളിലെല്ലാം വഹിക്കുന്നതും അദ്ദേഹമാണ്. 2008 ഫോർബസ് മാസികയുടെ കണക്ക് പ്രകാരം ബോൽക്കിയയുടെ ആസ്തി 1.4 ലക്ഷം കോടി രൂപയാണ്. ഡാർജിലിംഗിലെ പ്രത്യേക തോട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക തേയില കൊണ്ടുള്ള ചായയാണ് അദ്ദേഹം കുടിക്കാറ്. ഇതിന്റെ വില 1 കിലോയ്ക്ക് 1 ലക്ഷത്തോളം രൂപയാണ്. മുടിവെട്ടാൻ മാത്രം ബോൽക്കിയ ഏകദേശം 15 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കാർ പ്രേമി കൂടിയായ അദ്ദേഹത്തിന്റെ ശേഖരണത്തിൽ 7000-ഓളം ആഡംബര കാറുകൾ ഉണ്ടെന്നാണ് കണക്ക്. 600 റോൾസ് റോയ്സും 450 ഫെരാറി കാറുകളും ഇതിൽ ഉൾപ്പെടുന്നു. സ്വർണത്തോട് ഭ്രമമുള്ളതിനാൽ തന്നെ 24 കാരറ്റ് സ്വർണം പൂശിയ കാറുകളും സ്വന്തമായി തന്നെ ഉണ്ട്. 3000 കോടി രൂപ നൽകി വാങ്ങിയ ബോയിംഗ് 747 വിമാനത്തിലാണ് അദ്ദേഹം ലോകമെമ്പാടും ചുറ്റുന്നത്. 30 ബംഗാൾ കടുവകളുള്ള സ്വകാര്യ മൃഗശാലയും ബോൽക്കിയയ്ക്കുണ്ട്. 2550 കോടി രൂപയിലധികം വരുന്ന കൊട്ടാരത്തിലാണ് സുൽത്താന്റെ താമസം. 2 ദശലക്ഷം ചതുരശ്ര അടി വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന വസതി ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരമായി ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇതിന്റെ താഴികക്കുടത്തിൽ 22 കാരറ്റ് സ്വർണം പൂശിയിരിക്കുന്നു. പ്രകാശത്തിന്റെ കൊട്ടാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തുന്നതോടുകൂടി ഈ കൊട്ടാരം വീണ്ടും ലോക ശ്രദ്ധ നേടുകയാണ്. എന്തായാലും ഇന്ത്യയും മറ്റൊരു രാജ്യവും തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്നതിന് ഒരു തുടക്കം കൂടിയാവുകയാണ്. ഇത്തരം ചെറു രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കൂടി എത്തുമ്പോൾ ഇന്ത്യക്കും അത് ഏറെ നേട്ടം ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല.